ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു റൈഡ് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ പട്ടിമറ്റം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ജിയോ ആൻഡ് ജിൻഷ അവർ ഒരു ചെറിയ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ ഫ്ലറിഷ്ഡ് ഒന്നും ആയിട്ടില്ല. സ്റ്റിൽ അവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ പട്ടിമറ്റത്തേക്ക്, ആ ഫാമുള്ള സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആ വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെയുള്ള വഴികളൊക്കെ വളരെ കുറവാണെന്ന് തന്നെ പറയാം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒട്ടും തിരക്കൊന്നുമില്ലാത്ത വഴികളാണ് കേട്ടോ ഇവിടെ. ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെന്നല്ലാതെ വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല. ഇനി ഈ സമയം ആയതുകൊണ്ടാണോന്ന് അറിയില്ല. അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ ഫാമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ വയർ ഫെൻസ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട് ആനിമൽസിനെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന കൂട്ടിലിട്ടേക്കുന്നത് കരിങ്കോഴികളാണ്. അപ്പോൾ ഈ കരിങ്കോഴികളുടെ ഇറച്ചിയും അതുപോലെ തന്നെ മുട്ടയ്ക്കൊക്കെ ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത കൂട്ടിൽ കിടക്കുന്നത് സാധാരണ നമ്മുടെ നാടൻ കോഴികളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൂട്ടിലിട്ടിട്ടുള്ളത് ടർക്കീനെയാണ് കേട്ടോ. അപ്പോൾ ടർക്കികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും തന്നെ അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ മയിലൊക്കെ പോലെ തന്നെ ഇതിൻ്റെ മെയിൽസിനെ കാണാനാണ് കൂടുതൽ ഭംഗി എന്നാണ് പറയണത്. ടർക്കികളെ നമ്മൾ മെയിനായിട്ട് വളർത്തുന്നത് അതിൻ്റെ ഇറച്ചിക്ക് വേണ്ടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എഗ് പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ് ഈ കോഴികളെ വെച്ച് നോക്കുമ്പോഴത്തേനും. അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ സൈഡിലായിട്ട് ഒരു പോണ്ട് പോലെ സെറ്റ് ചെയ്തേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ മീനുകളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നട്ര, കാർപ്പ്, പിന്നെ ഷാർക്ക്, ഫിലോപ്പി അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഉള്ളത്. ഇതിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഇതിന് വേറെ വേറെ പേരുകളായിരിക്കും പറയുന്നത്. നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. കണ്ടത് ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഫിഷ് ഫുഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ ഇങ്ങനെ ഇളക്കം വരുന്നത് കണ്ടോ, അത് മീനുകൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നതാണ് കാണുന്നത്. നമ്മൾ ഈ ഫിഷിൻ്റെ ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് അകന്ന് നിന്നിട്ട് ഫുഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഹൈറ്റിൽ വന്നിട്ട് നമുക്കത് കാണാൻ പറ്റും കേട്ടോ. അതിന് ജോ ആണെങ്കിൽ വന്നപ്പോൾ മുതൽ ഈ കോഴിയുടെ പുറകെ നടക്കുകയാണ് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. മിക്കവാറും കൊത്ത് മേടിച്ചിട്ടേ വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ജോയും വീണ്ടും വന്നിട്ടുണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവൻ ഒരു റൗണ്ട് ഫീഡിങ് കഴിഞ്ഞ് പോയതാണ്. ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഈ പോണ്ടിന് ചുറ്റും കാണുന്ന ഈ ചെടികളെല്ലാം നട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന ടൈപ്പ് ചെടികൾ തന്നെയാണ് വിക്കതും തന്നെ നട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. ഈ പോണ്ടിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോഴത്തേനും ഒരു ചെറിയ പാലം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തോടാണ്. പക്ഷെ ഇപ്പോൾ അധികം വെള്ളമില്ല ഇതിൽ. പക്ഷെ നല്ല മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ അതിൽ കൂടെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും. ഇനി ഞാൻ കയറുന്നത് താറാവും കൂട്ടിലേക്കാണ്. അവിടെയും ഇങ്ങനെ നമ്മുടെ വയർ ഫെൻസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കാണ്. അവിടെയും ഒരു ചെറിയ പോണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു കൂടും അതിൻ്റെ സൈഡിലായിട്ടുണ്ട്. ഈ താറാവുകളെല്ലാം വൈറ്റ് ഷെയ്ഡും കൂടി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാത്തിനെയും കാണാനായിട്ട്. കുഞ്ഞുങ്ങളൊക്കെ നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. നമ്മളിതിൻ്റെ അടുത്തേക്ക് ചെല്ലും തോറും കണ്ടോ അത് ഓടി വെള്ളത്തിലേക്ക് ചാടാണ്. വലുതായിട്ടുള്ള താറാവുകളൊന്നും വെള്ളത്തിൽ അങ്ങനെ അധികം ചാടണില്ല, അതിൽ സൈഡിലേക്ക് നിൽക്കുകയാണ്. പക്ഷെ കുഞ്ഞുങ്ങളെല്ലാം മാക്സിമം വെള്ളത്തിലേക്കാണ് ചാടിക്കളയുന്നത്. അപ്പോൾ താറാവുകളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കോഴീനെയൊക്കെ ഉപേക്ഷിച്ച് ജോ ഇതിനെ പിടിക്കാൻ വേണ്ടി ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. പക്ഷെ നമ്മൾ അടുത്തേക്ക് ചെല്ലുന്തോറും അത് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടണ പോലെയാണ് പോണത്. ജോ ആണെങ്കിൽ നിങ്ങളെ പിടിച്ചിടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുറകെ കിടന്ന് നല്ല ഓട്ടാണ്.
മിക്കവാറും താറാവുകളുടെ ഒപ്പം ജോയും വെള്ളത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ജോ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ താറാവുകളുടെ കൂടെയാണ്. അപ്പോൾ താറാവും കൂട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സൈഡിലായിട്ട് ഒരു കൂടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ളത് ഗിനിക്കോഴികളാണ്. ഇപ്പോൾ ഗിനിക്കോഴികളുടെ ഇറച്ചിക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് ചിക്കനെയും ടർക്കിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണെന്നാണ് പറയണത്. ഇതുങ്ങളാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. ആക്ച്വലി ഈ പ്രോപ്പർട്ടി ഇവിടെ മേടിക്കുമ്പോൾ ഇവിടെ ഫുൾ റബ്ബർ മരങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ചെറിയ തോടുണ്ടെന്ന്. ജോ അതിൽ ചാടി കേട്ടോ. നല്ല ക്ലിയർ വാട്ടറാണ്, ഒട്ടും അഴുക്കൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ മഴയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും. ഇപ്പം ഇത്തിരി വെള്ളമുള്ളൂ കേട്ടോ അതിൽ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കെന്നലിലേക്കാണ്. അപ്പോൾ ഇവിടെ 3 വെറൈറ്റീസ് ഓഫ് ഡോഗ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അതും ഈ വയർ ഫെൻസിങ് വെച്ചിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ 3 പട്ടികളുടെയും കൂട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഈ കാണുന്നത് ബേർഡ്സിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള കൂട് പണിതുകൊണ്ട് നിൽക്കുകയാണ്. അത് ഫുൾ സെറ്റായിട്ടില്ല. അപ്പോൾ നമ്മളെ കണ്ടിട്ട് ഭയങ്കര കുറേയാണ് എല്ലാം കൂടി കിടന്നിട്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് 3 വെറൈറ്റീസ് ഓഫ് ഡോഗ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് കെയിൻ ക്രൂസോ ആണ്. അപ്പോൾ ഇതൊരു ഇറ്റാലിയൻ ബ്രീഡാണ്. അപ്പോൾ ഇത് നമുക്കൊരു 3.5 months ഒക്കെ ആയപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇവൻ 7 months ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഗാർഡ് ഡോഗാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഇണങ്ങുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ഗാർഡ് ഡോഗ് എന്നുള്ള നിലയ്ക്ക് അത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. കാര്യം ഒരു സ്ട്രേഞ്ചർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അറ്റാക്കിംഗ് മൂഡായിരിക്കും അവരുടെ അടുത്ത് ഉണ്ടാവുക. അപ്പോൾ സെക്കൻഡ് ഉള്ള ഡോഗ് ബീഗിളാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്സാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചത് ഇത് ഭയങ്കര സെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡോഗ്സാണ്. എന്ന് വെച്ചാൽ സ്മെൽസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ടെൻഡൻസി കൂടുതലുള്ള ഡോഗ്സാണിത്. അപ്പോൾ ഇവന് ഇപ്പോൾ 2 വയസ്സായിട്ടുണ്ട്. നെക്സ്റ്റ് ബ്രീഡ് ഉള്ളത് മുതൽ ഹണ്ട് എന്ന് പറയുന്ന ഡോഗ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ലോയലായിട്ടുള്ള ഡോഗ്സാണ്. അതുപോലെ നല്ല ഇൻ്റലിജൻറ്റുമാണ്. ഇതിൻ്റെ ഓണേഴ്സിന് എന്തെങ്കിലും ഒരു ഡേഞ്ചർ എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുമെന്നാണ് പറയണത്. അപ്പോൾ ഇത്രയും ഏരിയ ഡോഗ്സിന് വേണ്ടി മാത്രം ഇങ്ങനെ വയർ ഫെൻസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇതുങ്ങൾ അഴിച്ചു വിടുമ്പോഴത്തേനും ഇതുങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടുകയും കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഡോഗ്സിനെല്ലാം പല പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഈ ഡോഗ്സിനെ നോക്കാനും ട്രെയിൻ ചെയ്യാനും അതുപോലെ ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ സെപ്പറേറ്റ് ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു സ്മെല്ല് ഒന്നുമില്ല, ഭയങ്കര ക്ലീനാണ് കേട്ടോ ഇവിടെ. ഇതുങ്ങളുടെ സൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കിണലുണ്ടെന്ന് നമ്മൾ അറിയത്തു പോലും ഇല്ല, അത്രയും നീറ്റാണ് ഇവിടെ. അപ്പോൾ ദേ ജോന് ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അവൻ ദേ ജോന് ഒരു താറാവിനെയൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനും ജോയും കുറേ ട്രൈ ചെയ്തതാണ് പിടിക്കാനായിട്ട്. അപ്പോൾ ദേ എന്തായാലും ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. താറാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ജോന് അതിനെ പിടിക്കാനായിട്ട് പേടിയാവാൻ തുടങ്ങിയിട്ടാ. ഏതായാലും താറാവിനെ കൈ കിട്ടിയതല്ലെന്ന് വിചാരിച്ചിട്ട് അതിനെ പിടിച്ച് ഞാൻ 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതിനെ ഞാൻ കൊണ്ട് ഇറക്കി വിടാണ്. നല്ല രസമുണ്ട് കേട്ടോ അതിനെ ഇങ്ങനെ ഇറക്കി വിടുമ്പോഴത്തേക്കും പോണ കാണാനായിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീവനുള്ളൊരു താറാവിനെ എടുത്തിങ്ങനെ കയ്യിൽ പിടിക്കണത്. ഈവൻ വീട്ടിൽ നമ്മൾ കറി വയ്ക്കാനൊക്കെ മേടിച്ച് അതിനെ പീസാക്കിയിട്ടാണല്ലോ കൊണ്ടുവരാറുള്ളത്. ഇതും ബീഗിൾ തന്നെയാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടതല്ല കേട്ടോ, അത് മെയിലായിരുന്നു, ഇത് ഫീമെയിലാണ്. ഇത് 3 months പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ സെപ്പറേറ്റ് മാറ്റി വേറെ കൂട്ടിലിട്ടേക്കാണ്.
പിന്നെ ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വാച്ചിങ് ടവർ പോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫാമിൻ്റെ എല്ലാ കോർണറിലേക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സൗണ്ടോ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് ശരിക്കും പ്രോഗ്രസ്സിലാണ് കേട്ടോ, ഇതിൻ്റെ പണി ഫുൾ കഴിഞ്ഞിട്ടില്ല. എന്താണേലും ഞാൻ ഒരു കണക്കിന് അതിൻ്റെ മുകളിൽ കയറി. 2 സൈഡിലും പിടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറുമ്പോൾ നമുക്കൊരു പേടി തോന്നും. സ്റ്റിൽ ഇത് കയറിയില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയാൻ കേട്ടോ. നല്ല രസമുണ്ട് അവിടെ നിന്നുള്ള വ്യൂ കാണാനായിട്ട്. ഒരു സൈഡിൽ പോണ്ടും അതുപോലെ തന്നെ ഇവിടെ ഫുൾ ഗ്രീനൊക്കെ ആയിട്ട് നിൽക്കണതുകൊണ്ട് നല്ല രസമുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി ഇരുട്ടാണ് ഈ സ്ഥലം. പക്ഷേ ഇപ്പോൾ റബ്ബറിൻ്റെ ഇല കൊഴിയണ സമയമായതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെട്ടം ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുറച്ച് ഒരു ഡിം ലൈറ്റാണ് ഇവിടെ എപ്പോഴും. എന്താണേലും ഇതിൻ്റെ പണി കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇവിടെ വരാം. കാര്യം കുറച്ചും കൂടിയൊക്കെ ആനിമൽസിനെയും അതുപോലെ ബേർഡ്സിനെയൊക്കെ കൊണ്ടുവരാൻ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ എന്താണേലും നമുക്ക് ഒന്നുകൂടി വരാം. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. വീണ്ടും ഇരുണ്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.